എന്തൊക്കെയാണ് സിനിമയെ പറ്റി പറയാനുള്ളത്? ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഞാൻ ഇതേ ഗ്രൗണ്ടിൽ പലതവണ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു റോളിൽ വന്നു നിൽക്കുന്ന ആദ്യമായിട്ടാണ്. അത് വളരെ സന്തോഷം. വിഷ്ണു മോഹൻ എന്നെ ഈ ഒരു സിനിമയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്ത്. എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി ഓണം. ഒത്തിരി സന്തോഷമുണ്ട്, കാരണം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ വരുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. സോ അതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഞങ്ങളുടെ പുതിയ വിശേഷം പറയുന്നതിൽ. അപ്പം ആരും മറക്കാണ്ട് 2 ദിവസം കഴിയുമ്പോൾ സെപ്റ്റംബർ 20 ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമായ കഥ ഇന്ന് വരെ റിലീസാണ്. അപ്പൊ എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഈ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുപോലെ 2012 തുടങ്ങിയ ജേണിയാണ്. അത് ഇത്രയും വരെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പൊ അത് ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഈ ഒരു ടീമിനോടൊപ്പം എന്തായാലും 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. ഇനി നമുക്കൊരു നമസ്കാരം. ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കൊല്ലത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നത്. അതും ഇവിടെ ആശ്രമം മൈതാനത്താണ്. ഞാൻ സംസ്ഥാന കലോത്സവത്തിന്റെ മുഖ്യാതിഥിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലത്ത് വരുന്നത്, ഇനിയും ഒരുപാട് പരിപാടികൾക്ക് വരാൻ സാധിക്കട്ടെ. അതെല്ലാം പറ്റിയ പോലെയാണ്. ഞാനിപ്പോൾ എല്ലാ മാസവും കൊല്ലം ജില്ലയിൽ ഒരു പരിപാടിക്ക് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിലും. യൂഷ്വലി ഇവിടെ ഇങ്ങനെ സിനിമ സംബന്ധമായിട്ടുള്ള പരിപാടികളൊന്നും നടക്കാത്തൊരു സ്ഥലമാണ് കൊല്ലം. പക്ഷെ ഇവിടെയും ഒരുപാട് കലാകാരന്മാരുണ്ട്. അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങളെയും കൂടെ ഞങ്ങളുടെ സിനിമയുടെ ട്രെയിലർ കാണിച്ചു തുടങ്ങാം എന്നുള്ളത് ഇതൊരു ഐശ്വര്യമായി തുടങ്ങട്ടെ. ഇനി ഒരുപാട് ആൾക്കാർ ഇതുപോലെ സിനിമയുടെ ട്രെയിലറും പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ സിനിമ സെപ്റ്റംബർ 20 റിലീസാവുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പം അത് പറയാനും ഞങ്ങളുടെ ട്രെയിലർ കാണിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ കാണാം. താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഹായ് ചേട്ടാ. ഞാൻ സ്ക്രിപ്റ്റ് നോക്കുന്നതിന്റെ ഇടയിലൊന്ന് ചെറുതായിട്ട് ശ്രദ്ധ വിട്ടുപോയി, അതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഈ ആശ്രമ മൈതാനത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കൂട്ടുകാരന്മാരുടെ കൂടെ വീട്ടുകാരോടുകൂടെയൊക്കെ ഓടി കളിച്ച് നടന്ന ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ ആലോചിക്കാറുണ്ട്, നമ്മുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഒരു അന്നേ കുറിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ അപ്പോൾ നമ്മൾ ഒരുപാട് നാട്ടുകാർ എഴുന്നേൽക്കുന്ന ഒരു സിനിമയാണ്, കൊല്ലംകാരുടെ സിനിമയാണിത്. അപ്പോൾ ഈ കഥ ഇന്ന് വരെ സെപ്റ്റംബർ 20 തിയേറ്ററുകളിൽ എത്തുകയാണ്. ഒരുപാട് കലാകാരന്മാർ, എൻ്റെ അപ്പൻ ഉൾപ്പെടെ ഒരുപാട് പ്രഗത്ഭരായ കലാകാരന്മാർ പിറന്നു വീണ മണ്ണാണ്. അവിടെ നിന്ന് ഉണ്ടാവുന്ന ഒരു സിനിമയാണ്. ആ കഥ ഇന്ന് വരെ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. സെപ്റ്റംബർ 20 മറക്കാതെ കാണുക, അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം